സങ്കീർത്തനം 6-ാം അധ്യായം 9-10 വാക്യം വലിയ പ്രത്യാശ നൽകുന്ന, പ്രതിസന്ധിയിൽ ജീവിക്കുന്ന, അനുഭവങ്ങളോട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നതിനുള്ള തേങ്ങലുമായി ജീവിക്കുന്ന വ്യക്തിയാണോ നീ? എങ്കിൽ ഈ വചനം വായിച്ച് ധ്യാനിക്കുക. സ്നേഹമുള്ളവരെ, നമ്മളിലേക്ക് ഈ കൃപ തന്നെ വന്ന് നിറയും. കർത്താവ് എൻ്റെ യാചന ശ്രവിച്ചിരിക്കുന്നു. എൻ്റെ വേദനയുടെ നാളുകൾ, ആ പ്രയാസത്തിൻ്റെ നാളുകളൊക്കെ, പൊരുത്തപ്പെടാനാവാത്ത പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്നുള്ള തേങ്ങൽ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പ്രയാസം മാറുകയാണ്. എൻ്റെ തേങ്ങൽ കർത്താവ് കേൾക്കുകയാണ്. ശേഷം അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുകയാണ്. അവൻ എൻ്റെ പ്രാർത്ഥനയെ അവൻ്റെ കൈകളിൽ സ്വീകരിക്കുകയാണ്. അവൻ്റെ ക്രിസ്തു നിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും. ജീവിതം മുഴുവൻ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടതാണ്. എങ്ങോട്ട് നോക്കിയാലും പ്രതിസന്ധികളാണെന്നുള്ള വേദന സ്നേഹമുള്ളത് മാറി മറിയുക. എൻ്റെ ശത്രു അനുഭവങ്ങളെല്ലാം മാറിപ്പോവുക. അവൻ ലജ്ജിച്ച് തലതാഴ്ത്തി പരിഭ്രാന്തരാകും. ക്രിസ്തുവിൻ്റെ മുൻപിൽ ഒരിക്കൽ നിൻ്റെ വേദനകളൊക്കെ പ്രയാസത്തോടെ നീ ഭരമേൽപ്പിച്ചത് ഇപ്പോൾ മാറി മറിയും. കാലം അങ്ങനെ ഉണ്ടാകും. സ്നേഹമുള്ളവരെ, അവർ ക്ഷണത്തിൽ അപമാനിതരായി പിൻവാങ്ങും. സ്നേഹമുള്ളവരെ, അവരവിടെ നിന്ന് പിൻവാങ്ങുകയാണ്. ക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ വരാൻ ഒരു കാലമുണ്ടാകും. അല്പസമയമെടുത്തെന്ന് വരും. ക്ഷണിക നേരത്തിൽ കർത്താവ് നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റിമറിക്കുകയാണ്. ആ ജീവിതത്തിൻ്റെ പൊരുത്തക്കേടുകളോട് സമരസപ്പെട്ട് മുൻപോട്ട് പോകാൻ തയ്യാറായാൽ, സ്നേഹമുള്ളവരെ, മുമ്പിൽ നിന്നെ കാത്തിരിക്കുന്നത് ഈ വലിയ സ്നേഹാനുഭവമാണെന്ന് മറന്നു പോകരുത്. കൃപയുടെ ദിവസം നിൻ്റെ അടുത്തുണ്ടാവട്ടെ. ആമേൻ.